സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട തൊടുകറിയാണ് പുളിയിഞ്ചി. നല്ല പുളിയും മധുരവും എരിവും ഉപ്പും ഒരുപോലെ വരുന്ന കറുത്ത് കുറുകിയ പുളിയിഞ്ചി ഉണ്ടാക്കാം. പുളിയിഞ്ചിക്ക് ആവശ്യമായ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകിയ ശേഷം വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. കൂടെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നല്ല ചുവക്കി ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി പുളിയിഞ്ചിക്ക് ആവശ്യമായ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നല്ല പഴകിയ കറുത്ത വാളംപുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞത് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം ഇതിന്റെ മാക്സിമം പൾപ്പൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത പുളിവെള്ളം ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളിവെള്ളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഇത് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായം പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വറ്റി കുറുകി വരുമ്പോൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വറ്റിയൊന്ന് കുറുകി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. പുളിയിഞ്ചി ചൂടാറി കഴിയുമ്പോൾ നല്ല കറുത്ത് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ. ലാസ്റ്റ് കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ചില്ല് കുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ. ഇത് ഒരുപാട് നാള് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ പുളിയിഞ്ചി ഓണത്തിന് ഉണ്ടാക്കി നോക്കൂ.